ചൂരൽമലയിലാണ് നിൽക്കണല്ലേ. ഇവിടെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ നടന്ന സ്പോട്ട്. അപ്പോൾ വന്നിരിക്കുന്ന ചൂരൽമലയിലേക്കാണ്. ബെയിലി പാലമാണ് ഈ കാണുന്നത്. ഒരുപാട് സന്ദർശകരാണ് ഡെയിലി ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോഴും കടന്നു വരുന്നത്. ഈ ഭാഗങ്ങൾ ശരിക്ക് കാണാൻ ഇപ്പോഴും പോലീസുകാർ ആരെയും അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അനുവാദം കൊടുക്കാത്തത് എന്നറിയില്ല. ഏകദേശം മെയ് മാസത്തോളമായി ഒരു സംഭവം ഇവിടെ നടന്നിട്ട്. അപ്പോൾ ഇനിയും സന്ദർശകർ കാണാൻ അനുമതി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. ആ കാണുന്ന ഭാഗത്ത് നമ്മളെ എന്താ പറയുക, ബ്രിഡ്ജും കാര്യങ്ങളും ആ സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവിടെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ടു പോകാം. ആളുകൾ എപ്പോഴും കടത്തി വിടുന്നില്ല. ഏകദേശം 10-18 ആൾക്കാർ ഇനിയും കിട്ടാണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ നമ്മൾ എന്ന് വന്നാലും ഇതാണ് സ്ഥിതിയില്ലേ, ഒന്നും കാണാൻ പറ്റില്ല ഇതിന്. എന്നാലും ഏകദേശമൊക്കെ കണ്ടു. നമ്മൾ ഇന്നാൾ ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇറങ്ങിപ്പോയതല്ലേ. ഈ ചൂരൽമലയുടെ ഭാഗത്ത് 6 മാസമായിട്ട് ഇപ്പോഴും കറണ്ടില്ല. ഈ ഒരു ഭാഗങ്ങളൊന്നും ഇപ്പോഴും കറണ്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ആളെ എന്തുകൊണ്ട് കടത്തി വിടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ ഒരുപാട് ആളുകളുടെ ബോഡി ഇനിയും കിട്ടാനാണ്. അപ്പോൾ അവിടെ മേലങ്ങ് നടന്ന് പോകുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അവിടെ ഒരുപാട് ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിങ്ങാണ്ട് അതൊക്കെ തലയിലേക്ക് വീണുങ്ങാണ്ട് ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെയും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ഒന്ന് വരൽ നിർബന്ധമാണ്. കാരണം അത്രയും ഒരു ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ വീഡിയോയിൽ ലെങ്ത് കൂട്ടില്ല. നമുക്കൊരു അടുത്ത പാർട്ടായിട്ട് 3-ാം പാർട്ടായിട്ട് ഇത് വീണ്ടും ഞാൻ ചെയ്തതായിരിക്കും. താല്പര്യമുള്ള കാണുക. എന്നോട് പല ആളുകളും പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, റീച്ച് കിട്ടൂല, അങ്ങനെ കിട്ടൂല. എനിക്കത് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. എന്താ പറയുക, താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് അടിക്കുക. എന്താ വെച്ചാൽ മറ്റു വീഡിയോകൾ കാണുക, ഒരു വിഷയമല്ല. നമ്മുടെ യാത്രയിൽ നമ്മുടെ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ബൈ. ചൂരൽമലയിലാണ് നിൽക്കണല്ലേ. ഇവിടെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ നടന്ന സ്പോട്ട്. അപ്പോൾ വന്നിരിക്കുന്ന ചൂരൽമലയിലേക്കാണ്. ബെയിലി പാലമാണ് ഈ കാണുന്നത്. ഒരുപാട് സന്ദർശകരാണ് ഡെയിലി ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോഴും കടന്നു വരുന്നത്. ഈ ഭാഗങ്ങൾ ശരിക്ക് കാണാൻ ഇപ്പോഴും പോലീസുകാർ ആരെയും അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അനുവാദം കൊടുക്കാത്തത് എന്നറിയില്ല. ഏകദേശം മെയ് മാസത്തോളമായി ഒരു സംഭവം ഇവിടെ നടന്നിട്ട്. അപ്പോൾ ഇനിയും സന്ദർശകർ കാണാൻ അനുമതി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. ആ കാണുന്ന ഭാഗത്ത് നമ്മളെ എന്താ പറയുക, ബ്രിഡ്ജും കാര്യങ്ങളും ആ സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവിടെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ടു പോകാം. ആളുകൾ എപ്പോഴും കടത്തി വിടുന്നില്ല. ഏകദേശം 10-18 ആൾക്കാർ ഇനിയും കിട്ടാണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ നമ്മൾ എന്ന് വന്നാലും ഇതാണ് സ്ഥിതിയില്ലേ, ഒന്നും കാണാൻ പറ്റില്ല ഇതിന്. എന്നാലും ഏകദേശമൊക്കെ കണ്ടു. നമ്മൾ ഇന്നാൾ ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇറങ്ങിപ്പോയതല്ലേ. ഈ ചൂരൽമലയുടെ ഭാഗത്ത് 6 മാസമായിട്ട് ഇപ്പോഴും